ഓംധാരയിലേക്ക് സ്വാഗതം. നിങ്ങൾ സന്ധ്യാസമയത്ത് നാമം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിരാവിലെ പ്രാർത്ഥിക്കുമ്പോഴോ പെട്ടെന്ന് വിളക്കിലെ തിരി പടപടാ എന്ന ശബ്ദത്തോടെ പൊട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ഇത് എണ്ണയിലെ വെള്ളമയമാണെന്ന് കരുതി തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ ആത്മീയ ശാസ്ത്രമനുസരിച്ച് പ്രാർത്ഥനയ്ക്കിടയിൽ വിളക്ക് തിരി പൊട്ടുന്നത് വെറുമൊരു ഭൗതിക പ്രതിഭാസമല്ല. അത് നിങ്ങളുടെ പ്രാർത്ഥനയോട് ദൈവം നടത്തുന്ന ഒരു സംവേദനമാണ്. നിങ്ങളുടെ വീടിനുള്ളിലെ പോസിറ്റീവ്, നെഗറ്റീവ് ഊർജ്ജങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും പ്രകൃതി നൽകുന്ന വലിയൊരു സൂചനയാണിത്. ചിലപ്പോൾ ഇത് വരാനിരിക്കുന്ന ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാകാം, മറ്റു ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ദൃഷ്ടിദോഷത്തിന്റെയോ നെഗറ്റീവ് എനർജിയുടെയോ പ്രതിഫലനമാകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ശുഭമാണോ അശുഭമാണോ? ഇതിന് പിന്നിലെ യഥാർത്ഥ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥനാ വേളയിലെ ഈ അസാധാരണ മാറ്റങ്ങളെക്കുറിച്ചാണ്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങൾക്കും ഉള്ള ഉത്തരം ഇതിലുണ്ടാകാം. നമ്മുടെ സനാതനധർമ്മത്തിൽ വിളക്കിന് നൽകിയിട്ടുള്ള സ്ഥാനം വാക്കുകൾക്ക് അതീതമാണ്. വിളക്ക് വെറുമൊരു ഉപകരണമല്ല, അത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ദുർഗയുടെയും സംഗമസ്ഥാനമാണ്. വിളക്കിന്റെ താഴത്തെ ഭാഗം ബ്രഹ്മാവിനെയും മധ്യഭാഗം വിഷ്ണുവിനെയും മുകൾ ഭാഗം ശിവനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് സങ്കല്പം. ദീപം ലക്ഷ്മി എന്ന് നാം പറയുന്നത് അതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുമ്പോൾ തെളിയിക്കുന്ന ദീപം നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തിന്റെ വെളിച്ചം പടർത്തുന്നു. തിരി കത്തുന്നത് നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങളെയും ദോഷങ്ങളെയും എരിച്ചുകളയുന്നതിന് തുല്യമാണ്. ആത്മീയമായി ചിന്തിച്ചാൽ ദീപജ്വാല എന്നത് ഒരു മീഡിയം ആണ്. അതായത് ഭൗതിക ലോകത്തെയും ആത്മീയ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. തന്ത്രിമാരും മഹർഷിമാരും പറയുന്നത് ഒരു വീട്ടിലെ അന്തരീക്ഷം എത്രത്തോളം ശുദ്ധമാണോ അത്രത്തോളം തെളിച്ചത്തോടെയും ശാന്തമായും ആ വീട്ടിലെ വിളക്ക് കത്തും എന്നാണ്. വിളക്കിന്റെ ജ്വാലയ്ക്ക് അതീന്ദ്രിയമായ ചില കഴിവുകളുണ്ട്. അന്തരീക്ഷത്തിലെ സൂക്ഷ്മമായ ഊർജ്ജ വ്യതിയാനങ്ങൾ പോലും ആദ്യം പ്രതിഫലിക്കുന്നത് ഈ ജ്വാലയിലാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് ദീപത്തിന്റെ നിറം, ശബ്ദം, പുകയുടെ അളവ് എന്നിവ നോക്കി വരാനിരിക്കുന്ന ആപത്തുകളെയും ഐശ്വര്യവും പ്രവചിച്ചിരുന്നത്. തിരി പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ അത് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് തരംഗങ്ങൾ അഗ്നിയുമായി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഫോടനമാണെന്ന് ആത്മീയ ഗ്രന്ഥങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. തിരി പൊട്ടുന്നത് പല സാഹചര്യങ്ങളിലാകാം. ഇതിനെ ഓരോന്നിനെയും നമുക്ക് ഇങ്ങനെ വിപുലമായി തരംതിരിക്കാം. നിങ്ങൾ മനസ്സ് ഉരുകി പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ വാസ്തുപരമായ തകരാറുകളോ ഉണ്ടെങ്കിൽ ദീപം ആ ഊർജ്ജത്തെ ആവാഹിച്ചെടുക്കുകയും അഗ്നിയിലൂടെ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ തിരിയിൽ നിന്ന് ഈ ശബ്ദം കേൾക്കാം. ഇത് ആ വീടിനെ അഗ്നി ഭഗവാൻ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ചിലപ്പോൾ വലിയ ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ തിരിയിൽ ചെറിയ പൂക്കൾ പോലെ കരി രൂപപ്പെടുകയും അത് പൊട്ടുകയും ചെയ്യാറുണ്ട്. ഇത് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചു എന്നതിന്റെയും ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ നടക്കുമെന്നതിന്റെയും സൂചനയാണ്. ഇതിനെ ദീപപുഷ്പം എന്നാണ് വിളിക്കുന്നത്. ഇത് കാണുന്നത് ഐശ്വര്യദായകമാണ്. കറുത്ത വാവ് ദിവസങ്ങളിലോ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള നാളുകളിലോ തിരി അസാധാരണമായി പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ പ്രാർത്ഥനയിൽ സംപ്രീതരായി അടുത്തുണ്ടെന്നും അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുമാണ് അർത്ഥം. അതേസമയം ദീപം പുകഞ്ഞുകൊണ്ടാണ് പൊട്ടുന്നതെങ്കിൽ പിതൃക്കൾക്ക് എന്തോ അസംതൃപ്തിയുണ്ടെന്നും ബലിതർപ്പണങ്ങളിൽ ശ്രദ്ധ വേണമെന്നും മനസ്സിലാക്കാം. കൂടാതെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന വലിയൊരു മംഗളകർമ്മത്തിന്റെയോ അല്ലെങ്കിൽ ദീർഘകാലമായുള്ള രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെയോ മുന്നോടിയായി ദീപം തെളിഞ്ഞു കത്തുകയും ഇടയ്ക്ക് ശബ്ദമുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് അലാറമാണ്. വിളക്ക് തിരി പൊട്ടുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് സൂചനയായി കാണാൻ കഴിയില്ല. ചില സാഹചര്യങ്ങളിൽ ഇത് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചില അദൃശ്യ തടസ്സങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ആ സമയത്ത് വിളക്ക് അസാധാരണമായി പൊട്ടുകയോ പുകയുകയോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ വീട്ടിലെ വാസ്തുപുരുഷൻ അസംതൃപ്തനാണെങ്കിലും അല്ലെങ്കിൽ ഗൃഹദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിളക്ക് ഇത്തരത്തിൽ പ്രതികരിക്കാറുണ്ട്. ശകുനശാസ്ത്രപ്രകാരം വിളക്ക് തെളിയിക്കുമ്പോൾ ദീപജ്വാല വട്ടം ചുറ്റുകയോ പുകയുകയോ അല്ലെങ്കിൽ തിരിയിൽ നിന്ന് ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് വരാനിരിക്കുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ സൂചനയാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പായും ഇതിനെ കണക്കാക്കാം. കൂടാതെ കുടുംബപരമായി നിലനിൽക്കുന്ന ചില ശാപങ്ങൾ, അതായത് സ്ത്രീ ശാപമോ പിതൃശാപമോ ഉണ്ടെങ്കിൽ പ്രാർത്ഥനാ വേളയിൽ ദീപം അസ്വസ്ഥമായി കാണപ്പെടും. നിങ്ങൾ എത്രയൊക്കെ ഭക്തിയോടെ വിളക്ക് കൊളുത്തിയാലും തിരി കരിഞ്ഞു പോകുന്നതും പൊട്ടിത്തെറിക്കുന്നതും ആ വീടിന്റെ ഐശ്വര്യത്തിന് മുകളിൽ ഒരു കരിനിഴൽ ഉണ്ടെന്നതിന്റെ തെളിവാണ്. ഇത് ദൈവകോപമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ ആരാധനാക്രമത്തിൽ എന്തോ തെറ്റുപറ്റുന്നുണ്ടെന്നും നിങ്ങളുടെ കർമ്മഫലങ്ങൾ ശുദ്ധീകരിക്കാൻ സമയമായി എന്നും ഭഗവാൻ നൽകുന്ന സൂചനയാണ്.
തിരിയുടെ അഗ്രം രണ്ടായി പിരിയുന്നതും തിരി കത്താതെ കെട്ടുപോകുന്നതും നാം ഗൗരവമായി കാണാം. നിങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ഇനി പറയുന്ന ആത്മീയ പരിഹാരങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. വീട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിച്ച് ദീപം തെളിയിക്കുക. നെയ്യിന്റെ ജ്വാലയ്ക്ക് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് തരംഗങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിവുണ്ട്. നെയ്യ് ദീപം തെളിയിക്കുമ്പോൾ ഓം നമോ നാരായണായ ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. കൂടാതെ ഒരിക്കലും ഒറ്റത്തിരി ഇട്ട് വിളക്ക് തെളിയിക്കരുത്. 2 തിരികൾ ചേർത്ത് ഒരു തിരിയാക്കി തെളിയിക്കുന്നത് ദാമ്പത്യസുഖത്തിനും കുടുംബ ഭദ്രതയ്ക്കും ഉത്തമമാണ്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കത്തിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. കൂടാതെ തിരി പൊട്ടുന്നത് കണ്ടാൽ ഭയപ്പെടരുത്. ഉടൻ തന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രം ജപിക്കുക. ഇത് ആ ദീപജ്വാലയെ ശാന്തമാക്കുകയും നെഗറ്റീവ് എനർജിയെ നീക്കുകയും ചെയ്യും. കൂടാതെ പഴയ കരി വിളക്കിൽ ബാക്കി നിർത്തരുത്. ഓരോ തവണയും വിളക്ക് വൃത്തിയായി തുടച്ചു വൃത്തിയാക്കിയ ശേഷം മാത്രം ദീപം തെളിയിക്കുക. വിളക്കിന്റെ ചുവട്ടിൽ അല്പം പുഷ്പങ്ങൾ വെക്കുന്നതും ചന്ദനവും കുങ്കുമവും തൊടുന്നത് പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കും. പ്രധാനമായി പ്രാർത്ഥനയുടെ അവസാനം കർപ്പൂരം കത്തിച്ച് വീടിന്റെ എല്ലാ ഭാഗത്തും കാണിക്കുക. തിരി പൊട്ടുന്നതിലൂടെ പുറത്തുവന്ന നെഗറ്റീവ് ഊർജ്ജത്തിന്റെ അവസാന കണികയും ഇതിലൂടെ ഇല്ലാതാകും. ആഴ്ചയിൽ ഒരിക്കൽ വീടിനുള്ളിൽ ഗംഗാജലമോ മഞ്ഞൾ വെള്ളമോ തളിക്കുന്നതും ഉത്തമമാണ്. സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥനാ മുറിയിലെ വിളക്ക് തിരി പൊട്ടുന്നത് കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ വീടിന്റെ ഊർജ്ജ നിലയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ചും പ്രകൃതി നൽകുന്ന ഒരു ലളിതമായ സൂചന മാത്രമാണിത്. ദീപം എപ്പോഴും നന്മയുടെയും വെളിച്ചത്തിന്റെയും അടയാളമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ നാം പുലർത്തേണ്ട ചില സൂക്ഷ്മമായ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. പലരും ചോദിക്കാറുണ്ട്, ഏത് ദിശയിലേക്കാണ് വിളക്ക് തെളിയിക്കേണ്ടതെന്ന്. കിഴക്കോട്ട് ദീപം തെളിയിക്കുന്നത് ദുഃഖനാശത്തിനും പടിഞ്ഞാറോട്ട് തെളിയിക്കുന്നത് കടബാധ്യതകൾ മാറുന്നതിനും സഹായിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ഒരിക്കലും വടക്കോട്ടും തെക്കോട്ടും മാത്രമായി വിളക്ക് തെളിയിക്കരുത്. ഇത് ഊർജ്ജപ്രവാഹത്തെ തടസ്സപ്പെടുത്തും. മറ്റൊരു പ്രധാന കാര്യം വിളക്കിന് നൽകുന്ന എണ്ണയുടെ ഗുണമേന്മയാണ്. എള്ളെണ്ണയോ ശുദ്ധമായ നെയ്യോ ഉപയോഗിക്കുന്നത് അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെപ്പോലും ഇല്ലാതാക്കാൻ ശേഷിയുള്ളവയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തിരി പെട്ടെന്ന് പൊട്ടുകയാണെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ കുലദൈവത്തെയോ ഇഷ്ടദൈവത്തെയോ ധ്യാനിക്കുക. ആ ശബ്ദം നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥതകളെ അഗ്നി ആവാഹിച്ചെടുക്കുന്നതിന്റെ അടയാളമാണെന്ന് തിരിച്ചറിയുക. വീട്ടിലെ സ്ത്രീകളുടെ സാന്നിധ്യവും മനോഭാവവും ദീപം കത്തുന്നതിനെ സ്വാധീനിക്കാറുണ്ട്. അതീവ ഭക്തിയോടെയും ശുദ്ധിയോടെയും ഒരു സ്ത്രീ വിളക്ക് കൊളുത്തുമ്പോൾ ആ ജ്വാലയ്ക്ക് പ്രത്യേകമായൊരു പ്രഭയുണ്ടാകും. കുടുംബത്തിലെ ഐശ്വര്യം നിലനിർത്താൻ സന്ധ്യാസമയത്ത് ദീപം തെളിയിച്ച ശേഷം കുറച്ചുനേരം ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ശ്രവിക്കുന്നത് തിരി പൊട്ടുന്നതുപോലെയുള്ള നെഗറ്റീവ് ലക്ഷണങ്ങളെ പാടെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഓർക്കുക, പ്രകൃതിയും ഈശ്വരനും എപ്പോഴും നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ വീടിന് മുന്നിൽ വന്നിരിക്കുന്ന ഒരു പക്ഷിയുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ പൂജാമുറിയിലെ ദീപത്തിന്റെ ഈ ചെറിയ ചലനങ്ങളിലൂടെയാകാം. നാം ചെയ്യേണ്ടത് ആ സൂചനകളെ ഭയപ്പാടോടെയല്ലാതെ വിവേകത്തോടെ തിരിച്ചറിയുകയും നമ്മുടെ ഉള്ളിലെ ഭക്തിയെ കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ശുദ്ധമായ മനസ്സോടെയും ഉറച്ച വിശ്വാസത്തോടെയും നിങ്ങൾ ഈശ്വരനെ വിളിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഊർജ്ജത്തിനും സ്ഥാനമുണ്ടാകില്ല. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണം. പ്രാർത്ഥനാ വേളയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതെ എന്ന് താഴെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിവൈൻ സ്റ്റാറിനെ പരിചയപ്പെടാം. കഴിഞ്ഞ വീഡിയോയിലെ കമന്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലി, അതായത് നമ്മുടെ ഇന്നത്തെ ഡിവൈൻ സ്റ്റാറാണ് ജയകുമാരി. ജയകുമാരിക്കും കുടുംബാംഗങ്ങൾക്കും ജീവിതത്തിൽ എന്നും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിലെ ഡിവൈൻ സ്റ്റാർ ഒരുപക്ഷെ നിങ്ങളാകാം. അതുകൊണ്ട് അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.